തമിഴ്നാട് പെരിയകുളത്ത് കേരള രജിസ്ട്രേഷൻ കാറിൽ നിന്നും അതിമാരക മയക്കുമരുന്നായ മെത്താംഫെറ്റാമിൻ മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ 5 യുവാക്കളെ കൂടി തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. കേസിൽ ഇതുവരെ 6 യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും 10 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തിട്ടുമുണ്ട്. പിടിയിലായവരിൽ നിന്നും 80 ഗ്രാം മെത്താംഫെറ്റാമിൻ, 10 ഗ്രാം കൊക്കൈൻ, LSD, ഡ്രഗ് സ്റ്റാമ്പ് എന്നിവയുൾപ്പെടെയുള്ള മയക്കുമരുന്നുകളും 2 കാറുകളും 5 സെൽഫോണുകളും പിടിച്ചെടുത്തു. മെത്താംഫെറ്റാമിൻ വിതരണം ചെയ്യുന്ന 2 പ്രധാന പ്രതികൾക്കായി തമിഴ്നാട് പ്രത്യേക സേന തിരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട്. പെരിയകുളം നോർത്ത് ഷോർ പോലീസ് ഇൻസ്പെക്ടർ പാസ്റ്റിൻ ദിനകരന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തേനി ജില്ലയിലെ പെരിയകുളത്തിനടുത്ത് ബുതുപ്പെട്ടി ബൈപ്പാസ് ഭാഗത്ത് പോലീസ് പെട്രോളിംഗ് വാഹന പരിശോധനയും നടത്തിവരികയായിരുന്നു. തുടർന്ന് കേരള രജിസ്ട്രേഷൻ കാർ തടഞ്ഞു നിർത്തി വാഹനം പരിശോധിച്ചപ്പോൾ 2 കിലോ കഞ്ചാവാണ് ആദ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പെരിയകുളം പോലീസ് വാഹനവും വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെയും ചോദ്യം ചെയ്യുന്നതിനായി പെരിയകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തുടർന്ന് പോലീസ് വാഹനം വിശദമായി പരിശോധിച്ചപ്പോഴാണ് രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ മയക്കുമരുന്നായ മെത്താംഫെറ്റമിൻ 30 പാക്കറ്റ് വാഹനത്തിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയത്. കൂടുതൽ അന്വേഷണത്തിൽ പിടിയിലായ കൊടൈക്കനാൽ സ്വദേശി ആരിഫ് എന്നയാളുമായി ബന്ധമുള്ള മറ്റ് 7 പേരുടെ വിവരങ്ങൾ പുറത്തുവന്നു. ഇതേ തുടർന്ന് ആരിഫിനെ ജയിലിലുമാക്കി. ജില്ലാ പോലീസ് സൂപ്രണ്ട് ശിവപ്രസാദിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സേന രൂപീകരിച്ച് മെത്താംഫെറ്റാമിൻ മൊത്തവ്യാപാരി ആരാണ്, ഈ മയക്കുമരുന്ന് കടത്തിന്റെ കൂട്ടാളിയും മുഖ്യപ്രതിയും ആരാണ്, തമിഴ്നാട്ടിലെ ഏതൊക്കെ നഗരങ്ങളിലാണ് വിൽപ്പന നടത്തുന്നതെന്ന് അന്വേഷിച്ചു വരുന്നു. ഇതിൽ മേഗു, ഈറോഡ്, കമ്പം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് 3 യുവാക്കളെ കൂടി പ്രത്യേക സേന അറസ്റ്റ് ചെയ്യുകയും കാർ കണ്ടുകിട്ടുകയും കൂടുതൽ അന്വേഷണത്തിനായി ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. ഇതിൽ കമ്പം പ്രദേശത്തെ രാംകുമാർ കൊടൈക്കനാലിൽ ഒരു കോട്ടേജ് സ്വന്തമായി നടത്തി കൊടൈക്കനാലിൽ വരുന്ന ഇതര സംസ്ഥാന വിദേശ വിനോദസഞ്ചാരികൾക്കായി വിൽപ്പന നടത്തുന്നു എന്നാണ് വിവരം. മെത്താംഫെറ്റാമിൻ, ഹുക്ക, LSD സ്റ്റാമ്പ് തുടങ്ങിയ ലഹരി മരുന്നുകൾ വിൽപ്പന നടത്തുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുമുണ്ട്. വികാസ് ശ്യാം, ആരിഫ് ആനന്ദ്, യാസർ മുഖ്താർ, അൻബസഗർ എന്നീ 5 പേർ കേരളത്തിൽ നിന്നും ബംഗളൂരു ഭാഗത്തു നിന്നും മയക്കുമരുന്ന് വാങ്ങി രാംകുമാറിന് നൽകിയിരുന്നതായി പോലീസ് പറഞ്ഞു. കൂടാതെ രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുമുള്ള 2 പ്രധാന കുറ്റവാളികൾക്കായി സ്വകാര്യ സേന തിരച്ചിൽ നടത്തുന്നുമുണ്ട്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് കേസിൽ ഇതുവരെ 6 പേരെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തേനി ജില്ലാ സൂപ്രണ്ട് ശിവപ്രസാദിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പെരിയകുളം വടകര പോലീസ് ഇൻസ്പെക്ടർ പാസ്റ്റൻ ദിനകരന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്പെഷ്യൽ ഫോഴ്സ് ദ്രുതഗതിയിൽ പ്രവർത്തിച്ച് മയക്കുമരുന്ന് കച്ചവടക്കാരനെയും കള്ളക്കടത്തിലെ സഹായികളെയും പിടികൂടി എന്നതാണ് ശ്രദ്ധേയമാവുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്